നമ്മൾ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യ റിന്യൂവബിൾ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ എനർജി മേഖലയിൽ കൃത്യമായിട്ടുള്ള ഒരു സസ്റ്റൈനബിലിറ്റി പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ചില നേട്ടങ്ങൾ ഇന്ത്യ കൈവരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് കൽപ്പാക്കം ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഈ കൽപ്പാക്കം ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ റഷ്യ കഴിഞ്ഞാൽ ഇന്ത്യ എന്നുള്ള തരത്തിൽ ഒരു ടെക്നോളജി, ഈ ടെക്നോളജി റഷ്യ അടുത്താണ് ഉള്ളത്. ആ ടെക്നോളജി ഇന്ത്യ സ്വന്തമായി തന്നെ കണ്ടുപിടിച്ച് ആ ടെക്നോളജി ഇപ്പം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ PFBR എന്ന് പറയുന്നത് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത് ഇതിന്റെ പ്രോട്ടോടൈപ്പാണ്. ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത് വളരെ ക്വിക്കായിട്ട് തന്നെ നമുക്ക് ഈ ന്യൂക്ലിയർ റിയാക്ടർ പ്രോജക്റ്റുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ആ തരത്തിലാണ് അതിന്റെ പ്രോട്ടോടൈപ്പ് വിജയകരമായിട്ട് പരീക്ഷണം നടത്തി വിജയിപ്പിച്ചെടുത്തിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നടപ്പിലാക്കിയിരിക്കുന്നത് കൽപ്പാക്കം എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് സൗത്ത് ഇന്ത്യ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന ആണവോർജ്ജ നിലയത്തിലാണ് ഈ പ്രോട്ടോടൈപ്പ് വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് ഇനി നമ്മളുടെ വില്ലേജുകളിലായിക്കോട്ടെ, ഓരോ ഗ്രാമങ്ങളിൽ ഇപ്പോൾ 5-6 ഗ്രാമങ്ങൾ ചേർന്നുകൊണ്ട് ഒരു സ്മോൾ മൊഡ്യൂലർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് റിയാക്ടർ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് തന്നെ ആ ഗ്രാമങ്ങൾക്കുള്ള എനർജി 0% കാർബൺ എമിഷനുള്ള ഒരു എനർജി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ തോരിയം എന്ന് പറഞ്ഞ എലമെന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ യുറേനിയം, പ്ലൂട്ടോണിയം ഇമാതിരിപ്പെട്ട എലമെന്റുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ തോറിയത്തിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ ആ മാതൃകയിലാക്കിക്കൊണ്ടുള്ള ഒരു മെത്തഡോളജിയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നിലവിൽ 500 മെഗാവാട്ട് നമ്മൾ ഇന്ത്യക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് നോട്ട് ഓൺലി വിത്ത് ദിസ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്, നേഷൻ വൈഡ് മൊത്തത്തിലുള്ള റിന്യൂവബിൾ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ വിഷയം നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് വരുന്നത് വെച്ചാൽ സോളാർ പവർ പ്ലാന്റ് വരുന്നുണ്ട്, അതേപോലെ വിൻഡ് മില്ലുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ന്യൂക്ലിയർ റിയാക്ടർ പവർ പ്ലാന്റുകളും വരുന്നുണ്ട്. ഈ 3 സംഗതികളാണ് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് നമ്മളിവിടെ 0% കാർബൺ എമിഷനിലേക്ക് റിന്യൂവബിൾ അതേപോലെ സസ്റ്റൈനബിൾ എനർജി പ്രോഗ്രാം നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ പല മേഖലകളിലും പരാജയങ്ങളുണ്ട്. ഈ പരാജയങ്ങൾ റെക്ടിഫൈ ചെയ്തുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള അച്ചീവ്മെന്റിലേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ല എന്ന് വരും. അത് 2036 ആയിക്കോട്ടെ, 2047 ആയിക്കോട്ടെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 100 വർഷമാകുമ്പോഴത്തേക്കെങ്കിലും ഇന്ത്യ ഒരു സൂപ്പർ പവർ ആവേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഇന്ത്യയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ വളർച്ചയാണ്. കാരണം ഇന്ത്യയാണ് ലോകത്തിലെ നമ്പർ 1 പോപ്പുലേഷൻ ഇന്നത്തെ സ്ഥിതി അനുസരിച്ച്. അപ്പൊ ഇവിടെ നമ്മൾ 2-3 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ വളരെ ഡീപ്പായിട്ട് ഇപ്പൊ സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറഞ്ഞ ആ ഒരു കടലെടുക്ക് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ 50% ഇന്ത്യയുടെ എനർജി ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ, സൗദി അറേബ്യയിൽ നിന്നും ഖത്തറിൽ നിന്നുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ LNG പർച്ചേസ് ചെയ്യുന്നത്. ഏതാണ്ട് 3,20,000 ടൺ LNG ആണ് ഇന്ത്യ പർച്ചേസ് ചെയ്യുന്നത് ഖത്തറിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും. അതിപ്പം നിലച്ചിരിക്കുകയാണ്. ഇതാണ് സാഹചര്യം. അപ്പൊ ഇന്ത്യക്ക് പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങളുണ്ട്, ഇല്ല നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു LNG കപ്പൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് കടന്നു കഴിഞ്ഞാൽ ഇന്ന് ഭയങ്കരമായിട്ടുള്ള ഹാപ്പിയാണ്. അത് വലിയ വിജയകരമായിട്ടുള്ള ഇന്ത്യയുടെ എന്തോ ഡിപ്ലോമാറ്റിക് സക്സസ് എന്നുള്ള നിലയിലുള്ള വാർത്തയായിട്ട് നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇതാണ് അതിന്റെ മെയിൻ റീസൺ. ഒരു കപ്പൽ ഇറാൻ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ആഘോഷിക്കേണ്ട സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? നമ്മളുടെ ഈ ഒരു ഡിപ്പെൻഡൻസി, 50% ഡിപ്പെൻഡൻസി. ഇന്ത്യയുടെ എനർജി മേഖലയിൽ 50% ആണ് നമ്മൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നിർണായകമായിട്ടൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ വളർച്ച അവതാളത്തിലാവും. നമ്മൾ എനർജി ഡൈവേഴ്സിഫൈ ചെയ്ത് നമുക്ക് ഈ എണ്ണ ആയാലും ശരി തന്നെ, LPG ആയാലും ശരി തന്നെ, ഇതിന്റെ യൂസേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ എങ്ങനെ പറ്റും? ഇലക്ട്രിക് വെഹിക്കിൾ, അത് അർബൻ മേഖലയായിക്കോട്ടെ, റൂറൽ ഏരിയയിലായിക്കോട്ടെ, എല്ലാവരും തന്നെ വളരെ ഇഷ്ടത്തോടു കൂടി വാങ്ങിച്ച് ഉപയോഗിക്കാൻ സാധ്യതയുള്ള പ്രോഡക്റ്റ് ആണ്. പക്ഷെ ആൾക്കാർക്ക് അവിടെ ഒരു പാനിക് ഉണ്ട്. എന്താണ് പാനിക്? ആ പാനിക് വേറെ ഒന്നുമില്ല, ചാർജിങ് പോയിന്റുകളെ കുറിച്ചുള്ള കൺസേൺ. ഈ ചാർജിങ് പോയിന്റുകൾ ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ അവൈലബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ പോലും ഒന്ന് മടിക്കുന്ന ഒരു സാഹചര്യം, അതൊരു യാഥാർത്ഥ്യമാണ്. ഇനി ഇൻഫ്രാസ്ട്രക്ചർ, റോഡ് ഫെസിലിറ്റി, ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ആ മാതൃകയിലുള്ള റോഡ് വേണം. ആ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ കേരളത്തിലൊക്കെ ചിന്തിച്ചു നോക്കാൻ പോലും പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ. അപ്പൊ അതായത് ഏതൊരു വില്ലേജിന്റെ ഉള്ളിലും റൂറൽ അർബൻ എന്നുള്ള വ്യത്യാസമില്ലാണ്ട് കൃത്യമായിട്ട് വരച്ച വര പോലെ ഇട്ട് കൊടുത്തിരിക്കുന്ന റോഡ് സിസ്റ്റംസ് വേണം. അങ്ങനത്തെ റോഡ് ഫെസിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ വളർച്ച മന്ദഗതിയിലാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇന്ന് ഇന്ത്യക്കുള്ളിൽ നമ്മൾ ന്യൂക്ലിയർ പ്ലാന്റിൽ നിന്ന് മാത്രം 100 ഗിഗാവാട്ട്സ് ആണ് നമ്മൾ ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്, ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ നിന്ന്. ഇനി മൊത്തത്തില്
കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിന്യൂവബിൾ എനർജിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നത് സോളാർ പാനലുകളാണ്. ഈ സോളാർ പാനലുകളിൽ എന്താണ് പ്രശ്നം? പവർ ഗ്രിഡിന്റെ ഇഷ്യൂ. അതായത് സോളാർ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന മിഡിൽ കമ്പനികൾ, ഈ മിഡിൽ കമ്പനികൾ ബാറ്ററി ഷോർട്ടേജ് ഉണ്ടാക്കുന്നുള്ളതാണ് അടുത്തൊരു അലിഗേഷൻ. ഇതൊക്കെ ഇന്ത്യക്കുള്ളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാറ്ററി ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ ബാറ്ററി വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോളാർ പാനലിലൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഒന്നെങ്കിൽ ഇപ്പൊ ഈ നിലവിൽ അത് KSEBയുടെ ലൈനിലേക്ക് തന്നെ തിരിച്ചു കയറ്റി വിടുകയോ, മെജോറിറ്റി ഇതാണ് സംഭവിക്കുന്നത്, മെജോറിറ്റി KSEBയുടെ ലൈനുകളിലേക്ക് തിരിച്ചു കയറ്റി വിട്ടിട്ട് മിനിമം റേറ്റിലുള്ള ബില്ലാണ് പല വീടുകളിലും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊരു കാര്യം മനസ്സിലാക്കണം, ഈ ബാറ്ററി സ്റ്റോറേജിന്റെ ഷോർട്ടേജ് അത് വളരെ വലുതാണ് ഇന്ത്യക്കുള്ളിൽ. അതായത് നമ്മളുടെ വീടുകളിൽ ചെറുതാണെങ്കിൽ ചെറുതെന്നുള്ള നിലയിൽ മിനിമം ഒരു 5 മുതൽ 6 മണിക്കൂറെങ്കിലും ഉപയോഗിക്കത്തക്ക രീതിയിൽ ഈ സോളാറിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് ശേഖരിച്ച് വെക്കാനുള്ള ബാറ്ററി കപ്പാസിറ്റി ഓരോ വീടുകളിലും വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ സോളാർ പാനൽ കൊണ്ട് ഉപയോഗമുള്ളൂ. കാരണം ഈ എനർജി മേഖലയിൽ LPGയും അതേപോലെ തന്നെ നമ്മൾ ഈ ഓയിൽ, ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബോധേഡാവേണ്ടത്. കാരണം ഈ രണ്ട് സംഗതികളാണ് നമ്മൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലാണ് 50% ഇന്ത്യ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ പകലിൽ സോളാർ പാനൽ വർക്ക് ചെയ്യും, ഒരു കുഴപ്പമില്ല, സൺലൈറ്റ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ട്രോപ്പിക്കൽ കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് സൺലൈറ്റ് ഓൾമോസ്റ്റ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ കൃത്യമായിട്ട് പാനൽ ഡയറക്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കിട്ടും, ഓക്കെയാണ്. പക്ഷെ രാത്രി കാലങ്ങളിൽ എന്ത് ചെയ്യും? ഒരു എമർജൻസി ആയിട്ട് കുക്ക് ചെയ്യണം, എന്ത് ചെയ്യും? അപ്പം ഈ ഇലക്ട്രിസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് കുക്കിംഗ് പൂർണ്ണമായിട്ട് അതിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാത്രി കാലങ്ങളിൽ ഇപ്പം സോളാർ പാനൽ വെച്ചുകൊണ്ടുള്ള പവറാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പവർ കട്ട് സമയത്ത് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഇവിടെയും ഒരു പാനിക്കിംഗ് ഉണ്ട്. ആ പാനിക്കിംഗ് എന്താണ്? കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കുക്ക് ചെയ്യും? ഇനിയിപ്പോൾ സോളാർ തന്നെ വെച്ചാൽ തന്നെയും പവർ നമ്മൾ സ്റ്റോർ ചെയ്ത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കുക്ക് ചെയ്യും? അപ്പൊ ഇങ്ങനത്തെയൊക്കെ പാനിക് മൊമെന്റുകൾ ഇവിടെയും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ടുള്ള കുക്കിംഗ്, ഇൻഫ്രാറെഡ് സ്റ്റൗ, അതേപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കർ, ഇതേപോലത്തെ സംഗതികളൊക്കെ ആൾക്കാർ വാങ്ങിച്ച് ഉപയോഗിക്കാൻ പാനിക് ആവുന്നുണ്ട്. അത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടാവും, പക്ഷേ അതിന്റെ യൂട്ടിലിറ്റി വളരെ കുറവാണ്. എന്നാലും അവിടെ ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ ആവശ്യം വരുന്നുണ്ട്. ഗ്യാസ് സിലിണ്ടറിന്റെ ആവശ്യം വരുമ്പോഴാണ് അവിടെ LPG, LNG പോലത്തെ സംഗതികളൊക്കെ അവിടെ നമ്മൾ കൊണ്ടുവരേണ്ടി വരുന്നത്. അപ്പൊ ഇവിടെ ഇത് രണ്ടും ഗണ്യമായ അളവിൽ കുറവ് വരുത്തണം എന്നുണ്ടെങ്കിൽ സസ്റ്റൈനബിൾ എനർജി പ്രോഗ്രാം വളരെ ശക്തമായ രീതിയിൽ ഇന്ത്യക്കുള്ളിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും സംയുക്തമായ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ല സെൻട്രൽ ഗവൺമെന്റ് മാത്രം വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ഞങ്ങൾ ഇന്ത്യയെ 2047 ഉന്നത നിലയിൽ എത്തിക്കാം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. കാരണം ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ വികസിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സ്ഥലം ഏറ്റെടുക്കൽ തൊട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് കൃത്യമായിട്ട് നടത്തി കൊടുക്കേണ്ടതുണ്ട്. ഓരോ വീടുകളിലും ഇലക്ട്രിക് വാഹനങ്ങൾ എത്തണം എന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ മാതൃകയിൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനം ഇന്ത്യക്കുള്ള ആവശ്യമാണ്. പക്ഷെ ഇത് എങ്ങനെ സാധ്യമാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ബ്യൂറോക്രറ്റുകൾ, ഈ ബ്യൂറോക്രറ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സിവിൽ സർവന്റുകൾ, അവരാണ് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഈ വിഷയത്തിലേക്ക് തീരുമാനമെടുക്കാൻ കപ്പാസിറ്റിയുള്ള ആൾക്കാർ. അവരുടെ ദീർഘവീക്ഷണമായിരിക്കണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആകേണ്ടത്. അല്ലാതെ 5 വർഷത്തിലൊരിക്കൽ വിജയിച്ചു വരുന്ന രാഷ്ട്രീയക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് റോഡ് മാപ്പ് ഉണ്ടാവണം. ആ റോഡ് മാപ്പ് ഈ ബ്യൂറോക്രാറ്റുകൾ ഫയലിൽ ഒതുക്കാതെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പരിശോധനകൾ നടത്തി അത് നടക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇപ്പം റോഡ് തന്നെ കിടന്ന് ഇഴയുകയാണ്. ഇതാണ് ഇപ്പൊ നിലവിലെ അവസ്ഥ. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പദ്ധതികൾ ഇപ്പൊ ഇതിന്റെ പേരിൽ ആവിഷ്കരണം ചെയ്തിട്ടുണ്ട്. സോളാർ വെച്ച് കഴിഞ്ഞാൽ അതിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. സബ്സിഡി കൊടുക്കാനുള്ള കാരണം എന്താണ്? ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് നാളെ $1 വില കൂടുന്നു എന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ അത് നമ്മളെ ബാധിക്കും. നമ്മളെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 0.55 പൈസ അധികം പേ ചെയ്യേണ്ടി വരും എണ്ണയ്ക്ക്. അതൊരു പക്ഷേ നമ്മൾ പേ ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ എക്സൈസ് ഡ്യൂട്ടിയിൽ എന്തെങ്കിലുമൊക്കെ കുറവ് വരുത്തിക്കൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് അത് ഏറ്റെടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ടാക്സുകളിൽ ഇളവ് വരുത്തിക്കൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് അത് ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ നമ്മൾ റിന്യൂവബിൾ എനർജി മേഖലയിൽ നല്ല രീതിയിലുള്ള ഫോക്കസ് ചെയ്ത് ഈ ഓയിൽ ഡിപ്പെൻഡൻസിയും ഈ LNG ഡിപ്പെൻഡൻസിയും ഒക്കെ നിശ്ചിത തോതിൽ കുറച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിന്റെ ലാഭം ചെറുതല്ല. റിന്യൂവബിൾ എനർജി ഇപ്പൊ നമ്മൾ 2028 ഗിഗാവാട്ടാണ് ഇപ്പൊ നമ്മൾ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2025 നമ്മൾ ഇത് ഒരു 34 ഗിഗാവാട്ട് ഇതിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മീൻസ് അധികം ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് പോരാ. നമുക്ക് ശരിക്കും 1600 ഗിഗാവാട്ട് വേണം ഉൽപാദനം. അത് നമ്മൾ എത്ര വേഗം നമ്മൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ അത്രയും വേഗം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ അത്രയും വേഗം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എണ്ണയും അതുപോലെ ഈ LNG ഗ്യാസ് ഇമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ നമുക്ക് അത്രത്തോളം കുറച്ച് വാങ്ങിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ 1 ഗിഗാവാട്ട്
റിന്യൂവബിൾ എനർജി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വെച്ചോ. ഞാൻ പറഞ്ഞതുപോലെ സോളാർ, അതേപോലെ വിൻഡ് മിൽ, അതുപോലെ തന്നെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഈ മാതൃകയിൽ നമ്മൾ നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ 1 ഗിഗാവാട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ $1 ബില്യൺ ഇന്ത്യക്ക് ലാഭം കിട്ടും, സേവ് ചെയ്യാൻ പറ്റും. $1 ബില്യൺ നമ്മൾ ഈ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൽ നമുക്ക് ലാഭിപ്പിക്കാൻ പറ്റും. $1 ബില്യൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഏതാണ്ട് 9,600 കോടി. അതാണ് ലാഭം. അതിലുപരിയായിട്ട് നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് കോസ്റ്റ്, ഇപ്പൊ ഇതാ സ്റ്റേറ്റ് ഓഫ് ഹോർമോസിൽ ചുങ്കം പിരിക്കും എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഗുണ്ടാപിരിവുകൾ, ഈ പിരിവുകളെല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ഈ 9,600 കോടി നമുക്ക് ലാഭിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് സെൻട്രൽ ഗവൺമെന്റ് കൃത്യമായിട്ട് സോളാറിന് ഓക്കെ, നീ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് സബ്സിഡി തരാം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ് ഗവൺമെന്റുകൾ സബ്സിഡി തീരുമാനിക്കുന്നത്. സബ്സിഡി എന്ന് പറയുന്നത് ഗവൺമെന്റിനും ലാഭകരമായിട്ടുള്ള പരിപാടിയാണ്. അതായത് ആ വിഷയം ഇന്ത്യക്കുള്ളിൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ടാൽ, ഇന്ത്യൻ ജനത അതിനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഇതിനേക്കാളും വൻ തുക ലാഭം കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ചില പ്രത്യേക പദ്ധതികൾ ഗവൺമെന്റ് സബ്സിഡിയിലൂടെ ജനങ്ങളിൽ എത്തിക്കുന്നത്. ഒരു ഗവൺമെന്റ് പ്രോഗ്രാമിന് സബ്സിഡി ഉണ്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇന്ത്യക്കുള്ളിൽ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട ലിസ്റ്റിൽപ്പെട്ട പദ്ധതിയാണ്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വിഷൻ ഉള്ള ഒരു പദ്ധതിയാണ്. ഗവൺമെന്റ് മറ്റേതോ മാർഗത്തിലൂടെ ചെലവായിക്കൊണ്ടിരിക്കുന്ന പൈസ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അതുമായിട്ട് താരതമ്യം ചെയ്ത് അതിനൊത്ത രീതിയിലുള്ള ചെറിയൊരു സബ്സിഡിയാണ് കോമൺലി കൊടുക്കുന്നത്. അതേപോലത്തെ ഒരു സബ്സിഡിയാണ് ഇവിടെ സോളാർ പാനലുകൾ വീടുകളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സബ്സിഡി. ഇതേപോലെ പല സബ്സിഡി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഞാൻ ഈ എനർജി മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ഒരു സബ്സിഡി ഇവിടെ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. നമ്മളിപ്പം 3 വിഷയങ്ങളാണ് നമ്മൾ നോക്കിയത്, ഈ റിന്യൂവബിൾ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട 3 വിഷയങ്ങൾ. ഈ 3 വിഷയങ്ങളും ഇവിടെ നടപ്പിലാക്കാൻ പോരായ്മകളുണ്ട്, അതും കൂടി ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ആദ്യമേ നമുക്ക് ഉൽപാദനശേഷി എന്താണ്, ഈ റിന്യൂവബിൾ എനർജി ഉൽപാദനശേഷി വർദ്ധിപ്പിക്കണം. അത് ഞാൻ പറഞ്ഞതുപോലെ 1,600 ഗിഗാവാട്ട് എങ്കിലും നമ്മൾ ഉൽപ്പാദിപ്പിക്കണം. അതിലേക്ക് നമ്മൾ എത്തണം. എന്നാൽ മാത്രമേ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഈ എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ജനങ്ങളുടെ മേലിൽ ഭീമമായ ചാർജ് ഒന്നും അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല, അതെല്ലാം തന്നെ ദോഷം ചെയ്യും. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇത്രയും എനർജി നമ്മൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗണ്യമായ രീതിയിൽ നമ്മളുടെ ഔട്ട്സോഴ്സിംഗ് പർച്ചേസ്, അതായത് നമ്മളുടെ 85% എണ്ണ ഇറക്കുമതിയിൽ നല്ലൊരു ശതമാനം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. LPGയിലും നമുക്ക് അതേ മാതൃകയിൽ ഇറക്കുമതി കുറയ്ക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഈ എനർജി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 0 കാർബൺ എമിഷൻ ആണ്. ഓക്കെ, ഫൈൻ. അപ്പൊ എന്താണ് വേണ്ടത്? അവിടെ ചാർജിങ് പോർട്ടുകൾ വളരെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ ആവശ്യമുണ്ട്. അപ്പൊ അത് നമ്മൾ സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നല്ല രീതിയിലുള്ള റോഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ബേസിക്കലി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ കാലാവസ്ഥ അനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി പോകും. അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും അത് പൊട്ടിയാൽ ഉടനെ തന്നെ അത് റെക്ടിഫൈ ചെയ്യാനുള്ള സംവിധാനം ഇവിടെ റെഡിയാക്കണം. അല്ലാതെ അത് പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി കിടന്ന് വലിയ കിണറുകളും വാഴത്തോട്ടവും അതേപോലെ റോഡിൽ മീൻ പിടിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവരുത്. അതുണ്ടാവാതെ കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തിലിറക്കി അതിനെ വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം തന്നെ പൊളിയും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങളെ പോലെ നല്ല ഹൈടെക് റോഡുകളിൽ യാത്ര ചെയ്യണമെന്നും നല്ല സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയിൽ ജീവിക്കണം എന്നൊക്കെ ഇന്ത്യൻ ജനതയ്ക്ക് ആഗ്രഹമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് അത് സാധ്യമാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഗവൺമെന്റുകൾ വരണം. സ്റ്റേറ്റ് ഗവൺമെന്റ് പ്ലസ് സെൻട്രൽ ഗവൺമെന്റ് രണ്ടും ചേർത്ത് തന്നെയാണ് പറയുന്നത്. ഇത് സ്റ്റേറ്റ് ചെയ്തു, ഇത് സെൻട്രൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് മത്സരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് അത് ഇപ്പോഴൊന്നും കിട്ടാൻ പോകുന്നില്ല. അതാണ് സംഭവിക്കുന്നത്. ഇതേപോലെ സബ്സിഡിയുടെ കീഴിലാണ് LED ബൾബുകൾ, ഉജ്ജ്വല എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്ട് LED ബൾബുകൾ വിതരണം ചെയ്ത് ഇപ്പം പരമാവധി എല്ലാം തന്നെ LED ബൾബുകളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. ഇത് ബേസിക്കലി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സസ്റ്റൈനബിൾ എനർജി പ്രോഗ്രാമിലൂടെ ഇന്ത്യൻ ഗവൺമെന്റ് ഈ പ്ലാൻ ഓൾറെഡി തന്നെ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ പല സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെയും സഹകരണമില്ലായ്മ കൊണ്ട് ഈ പ്രോജക്റ്റുകളെല്ലാം തന്നെ ഇഴഞ്ഞിഴഞ്ഞ് മുന്നോട്ട് നീങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഇന്ത്യക്കുള്ളിലുള്ളത്. അപ്പൊ എന്തായാലും അതിനെക്കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.